വെൽക്കം ടു അവർ ചാനൽ. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഹോട്ടലിലൊക്കെ കിട്ടുന്ന നമുക്ക് ചായക്ക് കിട്ടുന്ന പഴംപൊരി ഇല്ല, അതേ ഇതിലുള്ളൊരു പഴംപൊരിയാണ്. അതേ ടേസ്റ്റ് അതേപോലെ തന്നെ. അപ്പോൾ അതിന് ഞാൻ 2 പായാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് വേണ്ട നമുക്ക് കുറച്ച് മൈദപ്പൊടി, ഞാൻ അതിലേക്ക് 2 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. രണ്ട് കപ്പ് മൈദപ്പൊടിക്ക് 2 ടീസ്പൂണ് കടലമാവ് ഇട്ടിട്ടുണ്ട്. പാകത്തിനുള്ള ഉപ്പ്, രണ്ട് ടീസ്പൂൺ പഞ്ചസാര, ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടി. ഞാൻ നേരെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത്. ഇത് ചെയ്താൽ മതി. എല്ലാവരും ചൂടുവെള്ളം നേരെ ചൂടുള്ള വെള്ളത്തിലാണ് കുഴച്ചെടുക്കുക. എന്നാൽ പഴംപൊരി നല്ല പൊങ്ങും ചെയ്യും, നല്ല കട്ടിയിൽ നല്ല സോഫ്റ്റായിട്ട് വരും. നല്ല വലിയ പഴംപൊരി പോലെ കാണാം. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളപ്പത്തിന്റെ മാവ് ഒഴിക്കുന്നുണ്ട്. ഒരു 3 ടീസ്പൂൺ വെള്ളപ്പത്തിന്റെ മാവ് ഒഴിച്ചിട്ടുണ്ട്. ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ വെള്ളപ്പത്തിന്റെ മാവ് കുറച്ച് ഒഴിച്ച് നേരെ ചൂടുള്ള വെള്ളത്തിൽ പഴംപൊരി ഉണ്ടാക്കിയാൽ പഴംപൊരി നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഴംപൊരി ആയി കിട്ടും. നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന പോലുള്ള പഴംപൊരി ആയി കിട്ടും. ഇത് നമുക്കൊന്ന് കലക്കിയെടുക്കാം. നമ്മളിതൊരു 3-3.5 മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അങ്ങനെ അതിന് ശേഷമാണ് പൊരിച്ചെടുക്കുന്നത്. പഴം പൊരിക്കാനുള്ള ബാറ്റർ തയ്യാറായിക്കണം. ഇതേപോലെ നമ്മളെ ഇതിനാണ് ഈ തിക്നെസ് വേണം, ഇത്രയും കട്ടിയിൽ വേണം. അല്ലാതെ കട്ടി കുറഞ്ഞായിട്ടുണ്ടെങ്കിൽ പഴംപൊരി തീരെ കട്ടിയില്ലാതാവും. മാവ് പഴത്തുമ്പോൾ പിടിക്കൂല. വേഗം മുക്കിയെടുക്കുമ്പോൾ തന്നെ മാവ് അതിൻ്റെ കൂടെ പോരും. അപ്പം നല്ല കട്ടിയിൽ വയ്ക്കുക, കലക്കിയെടുക്കുക. ഇതാണ് ഇപ്പം നമ്മളെ മാവിൻ്റെ തിക്നെസ്. ഇനി നമുക്ക് ഒരു 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിന് ശേഷമാണ് ഇത് പൊരിച്ചെടുക്കുന്നത്. 2 പഴം ഇത് നീളത്തിൽ മുറിച്ചെടുക്കാം. ഒരു പഴം നല്ല വലിയ പഴമാണ്, അപ്പോൾ ഞാനത് നടു കട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പീസാക്കി മുറിച്ച് പൊരിച്ചെടുക്കാം. അപ്പോൾ പഴം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് പൊരിച്ചെടുക്കാം. ഞാൻ പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് പൊരിച്ചെടുക്കുന്നത്. വെളിച്ചെണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഓരോ പഴം മാവിൽ മുക്കി കൊടുക്കാം. ഞാനതിൽ സോഡാപ്പൊടിയൊന്നും കൂട്ടിയിട്ടില്ല. നിങ്ങളിങ്ങനെ പൊരിച്ച് നോക്കാം.
എണ്ണ അങ്ങനെ കോരി ഇതിന് മേലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഏത് കൊണ്ടാതെ നിൽക്കുന്നു പൊന്തി വരും. നമുക്കിത് വെളിച്ചെണ്ണയും കോരി എടുക്കാം. ഇങ്ങനെ എല്ലാം പൊന്തിക്കൊണ്ടുകൊണ്ടിരുന്നു. അടുത്തത് നമുക്കൊരു ഇട്ട് കൊടുക്കാം. അടുത്ത നമുക്കതിലേക്ക് മണ്ണേക്ക് ഇട്ട് കൊടുക്കാം. പൊന്തി ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല പൊന്തി. കുറച്ച് കടലമാവ് കൂട്ടി കൊടുക്കൽ നമുക്ക് വെളിച്ചെണ്ണ അധികം കുടിക്കൂലത്. നല്ല പൊന്തിയിരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമുക്കതിലേക്ക് കൂട്ടിയ വെള്ളപ്പത്തിൻ്റെ മാവ്, വെള്ളപ്പത്തിൻ്റെ ഇഡ്ഡലി മാവിൻ്റെ കൂട്ട് നല്ല പൊന്തിയ മാവാണെന്നുണ്ടെങ്കിൽ വെള്ളപ്പം നമ്മളെ പഴംപൊരി നല്ല പൊന്തും. ആ മാവ് എല്ലാം പൊന്തണം. പഴം ഫുള്ള് പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ പഴത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് മുറിച്ച് കാണിച്ചു തരാം. അതിൻ്റെ പുറത്തേക്ക് നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റുമാണ്. എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് പോലെ ഉണ്ട്. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റുകളൊക്കെ അറിയിക്കണം.